ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പരിപ്പ് വടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പരിപ്പ് വടയുടെ ആ ഒരു രുചിയും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ചേരുവകൾക്ക് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടുള്ള പരിപ്പ് വട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചുവപ്പ് കളറിലുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പ് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ എടുക്കണം. വടപ്പരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം നമ്മൾ എടുക്കുന്ന പരിപ്പ് തന്നെ കറക്റ്റായിട്ടുള്ള കടലപ്പരിപ്പ് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു പരിപ്പ് വട നല്ല രുചിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പാണ് കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ 1.5 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റോളം വെക്കട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. നമ്മുടെ മിക്സർ ജാറിൽ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു കൈപ്പിടി മാത്രം ഒന്നുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പരിപ്പടൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പരിപ്പ് ഇടയിലൊക്കെ അങ്ങനെ ഇടയിലൊക്കെ ഓരോ പരിപ്പ് ഇങ്ങനെ കിടക്കുന്നത് കാണില്ല. അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കൈപ്പിടി മാത്രം ഞാനൊന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും മാറ്റി വെക്കണ്ട, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് മിക്സർ ഒരു ജാർ എടുക്കാം. അത് ചെറിയ ജാർ മതി കേട്ടോ. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തൊലി കളയാത്ത വെളുത്തുള്ളില്ലേ, അതൊരു 3 അല്ലി എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള അല്ലി ആയതുകൊണ്ട് 3 എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 4-5 എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തൊലി കളയാതെ ഒന്ന് കഴുകിയിട്ട് എടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 ഉണക്കമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കട്ടെ. ഒരുപാട് അരച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ജാറിലേക്ക് തന്നെ നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള ഒരു പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കുറേശ്ശായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി വീട്ടിൽ അമ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അരിഞ്ഞു പോകുന്നില്ല. മിക്സർ ജാറിലാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ട് എടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവരുത്. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ. വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എല്ലാം ഇവിടെ ഒന്ന് മിക്സർ ജാറിട്ട് വന്നിട്ട് കറക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളതൊന്ന് മിക്സർ ജാറിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലും പിന്നെ പച്ചമുളകും, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്തുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഒരുപാട് ചേർത്ത് കൊടുത്തില്ല, ഒരെണ്ണം ചേർത്ത് കൊടുത്തില്ല. അത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാറ്റി വെച്ച ഒരു പരിപ്പില്ലേ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി പോകണ്ട. ആദ്യം ഒന്ന് അല്പം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്യരുത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. എങ്കിലാണ് പരിപ്പായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു മസാലയും പിന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ അങ്ങനെ ഉരുളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ മറ്റേ കൈയിലേക്ക് ഈ ഒരു ഉരുളിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ വിരലിലേക്ക് വെക്കരുത് ഒരിക്കലും. കൈൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു വിരലിനുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരിക്കലും പ്രസ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ വളയിലേക്ക് വെച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. നടുഭാഗം അമർത്തി കൊടുക്കരുത്. സൈഡ് ഭാഗം ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതിൻ്റെ നടുഭാഗം ഒന്നിട്ട് പൊന്തിയ രീതിയിൽ വേണം നിൽക്കാൻ കേട്ടോ. ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പരിപ്പോട അങ്ങനെയല്ലേ, അതിൻ്റെ നടുഭാഗം നല്ല പൊങ്ങിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാനൊന്ന് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചൂടായി പോവരുത്, നല്ല എണ്ണ ചൂടായ സമയത്ത് ഒരിക്കലും ഇട്ട് പോവരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു പരിപ്പുവട പെട്ടെന്ന് തന്നെ അതിൻ്റെ മേൽഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും, ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഒരു മീഡിയം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്ത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല അടിപൊളിയിൽ നമുക്ക് ഈ ഒരു പരിപ്പുവട ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറവായതുകൊണ്ട് തന്നെ ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പരിപ്പുവട തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ അതേ ഒരു കളറും നല്ല മുരിമരിപ്പൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പരിപ്പുവട തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പരിപ്പുവടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ.